ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഷാഫിസാറാണ്. നിങ്ങളുടെ തമ്പനയിൽ കണ്ടിട്ടുണ്ടാവൂലേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലെ 2023 കഴിഞ്ഞ 2023 ക്രിസ്മസ് എക്സാമിൻ്റെ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ എന്ത് ചെയ്യാണ് നിങ്ങളുടെ മുന്നിൽ ഒന്ന് റെഫർ ചെയ്യാണ്. അപ്പം നമുക്കറിയാൻ പറ്റും എങ്ങനെയാണ് ചോദ്യം വരിക, ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ അറിയാൻ സാധിക്കും കേട്ടോ. സോ മൈ ഡിയർ സ്റ്റുഡൻസ്, ബി വിത്ത് മീ, എൻ്റെ കൂടെ പഠിച്ചോ. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് ഞാൻ ഏറ്റവും ചുരുങ്ങിയത് പറയട്ടോ. ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് 54 മാർക്കായിരിക്കും മക്കളെ, 54 മാർക്ക്. ബാക്കിയുള്ള ഇച്ചിരി ഗ്രാമർ പോർഷൻ ഒക്കെ കേട്ടോ. ഇത് കണ്ടാൽ തന്നെ 54 മാർക്ക് ഗ്യാരണ്ടിയാണ്. ഞാൻ പറയട്ടെ, 54 മാർക്ക് ഗ്യാരണ്ടിയാണ്. സി, അപ്പൊ 2023 ക്രിസ്മസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ശ്രദ്ധിച്ചു കേട്ടോ. ഇതിൽ കുറെ ട്രിക്സും ഞാൻ പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് ആദ്യം ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറയുന്ന സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ എന്നുള്ള ഒരു പാരഗ്രാഫ് തന്നുകൊണ്ട് ആ പാരഗ്രാഫിൽ നിന്നുള്ള 5 ക്വസ്റ്റ്യൻ ചോദിച്ചു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതാണെന്ന് അറിയോ? കാണുന്ന വലിയ നിർബന്ധമൊന്നുമില്ല, ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തത്, വൈ ഡിഡ് മാർത്ത ഹെസിറ്റേറ്റ് ടു എൻ്റർ ദ ക്ലാസ് റൂം? എന്തുകൊണ്ടാണ് മാർത്ത ക്ലാസ് റൂമിലേക്ക് കയറാൻ മടിച്ചത് എന്ന് പറയുന്നുള്ള ഉത്തരം ഇവിടെ ഉണ്ടല്ലേ. എവിടെയുള്ളത് പറ. When I heard voices raised anger as if some of the sort of I stopped. I didn't mean to be over എന്താ eavesdrops. I didn't mean to eavesdrops. I just hesitated. എനിക്ക് ഒരാൾ സംസാരിക്കുന്നത് കേൾക്കുന്നത് eavesdrops ചെയ്യാൻ ഒളിഞ്ഞു കേൾക്കാന്ന് പറയില്ലേ, എനിക്കത് ഇഷ്ടമല്ലായിരുന്നു എന്നാ പറയുന്നത്. ഇങ്ങനത്തെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അടുത്തത്, ഹു വാസ് ആർഗ്യൂയിങ് ഇൻ ഫേവർ ഓഫ് ജോൺ? ജോന് വേണ്ടിയിട്ട് ആരാണ് എന്ത് ചെയ്യുന്നത്, ആർഗ്യൂ ചെയ്യുന്നത് അല്ലെ, എന്തിനാണെന്ന് പറയുന്നത് ഉത്തരം അതിലുണ്ട്. സി, അപ്പൊ നമുക്ക് ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കണേ. സ്കോളർഷിപ്പ് ജാക്കറ്റ് സ്കോളർഷിപ്പ് ജാക്കറ്റ് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുണ്ട് എന്ന്. സ്കോളർഷിപ്പ് ജാക്കറ്റ് കേട്ടോ, എസ് ജെ. അപ്പൊ എസ് ജെ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഉറപ്പാണ്. ഈ വരുന്ന ക്രിസ്മസിനും എസ് ജെ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവേ. പിന്നെന്താണ്, ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. ബ്ലോയിങ് ഇൻ ദ വിൻഡ് ഒരു പോം ആണല്ലേ. ആ പോം ബേസ് ചെയ്തുകൊണ്ടൊരു ചോദ്യം ഉണ്ട്. പക്ഷേ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണേ, ഈ 2 ചോദ്യം ചിലപ്പോൾ ഇതിൽ ഈ പോം എന്നൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ കുറച്ച് ടഫായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ആ പോമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് പഠിച്ചു പോകണം കേട്ടോ. ശ്രദ്ധിക്കണേ. ഒന്നാമത്, വാട്ട് ഈസ് ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദി മെൻഷനിങ് കാനൺ ബോൾസ് ഇൻ ദ ഗിവൻ ലൈൻസ്. ഇതിൽ കാനൺ ബോൾസ് കൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? പീരങ്കികൾ എന്നൊക്കെ പറയുന്നതല്ലേ. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. നോക്കൂ നിങ്ങൾ, ഹൗ മെനി റോഡ്സ് മസ്റ്റ് എ മാൻ വാക്ക് ഡൗൺ ബിഫോർ യു കോൾ ഹിം മാൻ? ഹൗ മെനി സീസ് മസ്റ്റ് എ വൈറ്റ് റോക്ക് സെയിൽ ബിഫോർ ഹി സ്ലീപ്സ് ഇൻ ദ സാൻഡ്? യെസ്, ഹൗ മെനി ടൈംസ് മസ്റ്റ് ദ കാനൺ ബോൾ ഫ്ലൈ? അല്ലേ, യുദ്ധത്തിനെ കുറിച്ചാണ്. കാനൺ ബോൾ എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത് പറ? യുദ്ധമാണ്, വാറാണ് അല്ലേ. വാറാണെങ്കിൽ സപ്രഷനാണ്, അടിച്ചമർത്തലാണ്, എന്തും നമുക്കിവിടെ പറയാൻ കഴിയും കേട്ടോ. ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ ഇതിലുണ്ടാവും. അപ്പൊ നമ്മൾ ഇത് ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്ന് പറയുന്ന സാധനം അല്ലേ, ബ്ലോയിങ് ഇൻ ദ വിൻഡ് ഇല്ലേടാ. അപ്പൊ BW എന്നുള്ള ഒരു സാധനം ഞാൻ കൊടുക്കും. അപ്പൊ എസ് ജെ ഉണ്ടാവും, പറ BW ഉണ്ടാവട്ടെ. എസ് ജെ ഉണ്ടാകും. ഏതാണ് സ്കോളർഷിപ്പ് ജാക്കറ്റ്? ബ്ലോയിങ് ഇൻ ദ വിൻഡ് അല്ലേ. ഇതിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നിട്ടോ. ഇനി നോക്കിക്കോളൂ നിങ്ങൾ, ശ്രദ്ധിക്കണം. അതിനുള്ള ആൻസർ ഒക്കെ നമ്മൾ ചെയ്ത് പഠിക്കാം കേട്ടോ. ഗ്രാജുവലി നമ്മളുള്ള ആൻസേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ചെയ്തു വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഗ്രാമറിൻ്റെ ഏരിയ ചെറുതായിട്ടൊന്നും എന്ത് ചെയ്യുക, ഒന്ന് ടച്ച് ചെയ്ത് പോരാന്നുള്ളതാണ് കാര്യം. ഈ ക്രിസ്മസ് എക്സാമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നതൊക്കെ നമ്മൾ കുറേ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, വേറെ വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാട്ടോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനെ ഒന്ന് അനലൈസ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഞാൻ ആൻസറിലേക്ക് കൂടുതൽ കയറല്ല ചെയ്യുന്നത്. ഇന്ന മേഖലയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് വരാനിരിക്കുന്ന ക്രിസ്മസ് എക്സാമിന് ഇംഗ്ലീഷിന് ഇനി ഈ ഏരിയ ആണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് പറയുന്ന ഒരു ഐഡിയ കിട്ടുള്ളൂ കേട്ടോ. നെക്സ്റ്റ് നോക്കിക്കോളൂ. ദ ബാലഡ് ഓഫ് ഫാദർ ഗിലീഗൻ എന്ന് പറയുന്ന ചാപ്റ്ററിലായിരുന്നോ, ഞാൻ ഇങ്ങോട്ട് എപ്പോഴും പറയും ദ ബാലഡ് ഓഫ് ഫാദർ ഗിലീഗൻ എന്ന് പറയുന്ന ചോദ്യത്തിൻ്റെ ഈ അപ്രീസിയേഷൻ എഴുതാനാണ് 100% ഈ വരാൻ വേണ്ടി പോകുന്ന ക്രിസ്മസ് എക്സാമിനും ചോദിക്കൽ 100% ഈ ഒരു പോർഷനായിരിക്കും എന്ന്. അതങ്ങനെയാണ്, അതിൻ്റെ വെയിറ്റേജ് അങ്ങനെയാണ് കിടക്കുന്നത്. പിന്നെ ഉള്ളത് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് എടുത്തതിൽ പിന്നെ പോയട്രി ഉള്ളത്. ഈ പോയട്രിക്ക് അപ്രീസിയേഷൻ എഴുതാൻ പൊതുവേ ചോദിക്കലില്ല. അതുകൊണ്ടാണ് ഈ ബാലഡ് ഓഫ് ഫാദർ ഗിലീഗൻ ആണ് എപ്പോഴും ചോദിക്കലുള്ളത്. എൻ്റെ മക്കൾ എന്ത് ചെയ്യണം, അതിൻ്റെ ഒരു അപ്രീസിയേഷൻ ഇല്ലേ, ഈ അപ്രീസിയേഷൻ്റെ കോമൺ ഫോർമാറ്റൊക്കെ നമ്മൾ ചാനലിലൂടെ ചെയ്യുന്നുണ്ട്. മക്കൾ പഠിച്ചു വെക്കണേ, ശ്രദ്ധിക്കുക. അപ്പൊ അപ്രീസിയേഷൻ ഏതാണ്ടായിരുന്നു, റൈറ്റ് ആൻഡ് അപ്രീസിയേഷൻ എന്ന് പറയുന്ന സാധനം കേട്ടോ. റൈറ്റ് ആൻഡ് അപ്രീസിയേഷൻ 5 മാർക്ക്. അപ്പൊ ഏതൊക്കെ പഠിച്ചു? ഒന്ന് എസ് ജെ സ്കോളർഷിപ്പ് ജാക്കറ്റ്, പിന്നെ ഏതാണ് പറ ബ്ലോയിങ് ഇൻ ദ വിൻഡ് പഠിച്ചു, പിന്നെ ഏതാണ് പറ, പിന്നെ ഏതാണ് ഇപ്പൊ ലാസ്റ്റ് പഠിച്ച ഏതാണെന്ന് നമ്മൾ പറഞ്ഞു പറ ഫാദർ ഗിലീഗന്റെ ഇല്ലായിരുന്നോ?
ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ അല്ലേ, ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ BFG എന്ന് പറയുന്നത്. ഈ 3 ചാപ്റ്റർ ഒന്നും ചോദിച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നോക്കിക്കോളൂ. ഇത് തന്നെ ഏതാ ആൻസർ ദ ക്വസ്റ്റ്യൻസ് റീഡ്. അതൊരു എക്സ്റ്റേണൽ പാസേജ് ആണ്, പുറമേ എന്നുള്ളൊരു പാസേജ് ആണ്. അതെന്തും ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ചാപ്റ്ററിന് ഒരു പ്രയോറിറ്റി ഇല്ല, എന്തും ചോദിക്കുക. ഒരു പുറമേ നിന്നൊരു ഒരു പാരഗ്രാഫ് വന്നാണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കും, അതിന് നമ്മൾ ആൻസർ ചെയ്യണം കേട്ടോ. ഇപ്പൊ നമ്മൾ 3 ചാപ്റ്റേഴ്സ് പറഞ്ഞു. സ്കോളർഷിപ്പ് ജാക്കറ്റ്, ബ്ലോയിങ് ഇൻ ദ വിൻഡ്, പിന്നെ ഏതാണ് പറ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് നോക്കിക്കോളൂ. സിംഗിൾ സ്റ്റോറിയിലെ ഇതേതാണ് ചാപ്റ്റർ എന്ന് പറയുന്നത്? ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറിയിലായിരുന്നോ? ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി അല്ലെ, DSS എന്ന് പറയുന്നത്. ഇത് നമ്മുടെ അഡിച്ചിന്റെ ചാപ്റ്റർ അല്ലേ. ഇതിൽ നിന്ന് എന്താ ചോദിക്കല് നോക്കൂ നിങ്ങൾ. നെറേറ്റ് ദ ഇൻസിഡൻസ്. അപ്പൊ നെറേറ്റീവ് ചോദിച്ചിട്ടുള്ളത് ഏതാണ്? ദ ബാലഡ് ഏതാണ്? ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി എന്നാണ്. ഇപ്പൊ ഏതൊക്കെയായി പറ? സ്കോളർഷിപ്പ് ജാക്കറ്റ്, പിന്നെ ബ്ലോയിങ് ഇൻ ദ വിൻഡ്, പിന്നെ നമ്മൾ പറഞ്ഞു പറ ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ എന്ന് പറയുന്നതും ഇപ്പൊ ഏതായി പറ DSS ഡേഞ്ചർ ഓഫ് സിംഗിൾ സ്റ്റോറി എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ വരുന്നുണ്ടെന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഇനി നെക്സ്റ്റ് നോക്കിക്കോളൂ കേട്ടോ. ഇവിടെ ദ നെവർ നെസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ഇല്ലേ, അതിൽ നിന്നുണ്ടാവല് നോക്കൂ നിങ്ങൾ. റിവ്യൂ എഴുതാനാണ്. എന്താണ് സാറ് റിവ്യൂ എഴുതാന്ന് പറഞ്ഞാൽ ഒന്ന് ചുരുക്കി എഴുതുക. അതിനെക്കുറിച്ച് എന്ത് ചെയ്യുക? ഒന്ന് ചുരുക്കി എഴുതുക. ഹിൻസ് ഒക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ, ആ ഹിൻസ് വെച്ചിട്ട്. അപ്പൊ ദ നെവർ നെസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ TNN നെവർ നെസ്റ്റ് അല്ലേ, ദ നെവർ നെസ്റ്റ് അല്ലേ. അപ്പൊ നോക്കൂ, ഇത്രയും ചാപ്റ്റേഴ്സും ദ നെവർ നെസ്റ്റും എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ടാവും എന്നുള്ളത് മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ശ്രദ്ധിക്കാം. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു, എന്തെല്ലാം ഏരിയയിൽ നിന്നാണ് ചോദ്യം ചോദിക്കുക എന്ന് പറയുന്ന ഒരു വീഡിയോ നമ്മൾ ഇതിലുണ്ടായിരുന്നു ചാനലിൽ. അതിൽ ഞാൻ പറഞ്ഞ അതേ ഏരിയയിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ മനസ്സിലാക്കണേ. പിന്നെ റീഡ് ദ ഫോളോയിങ് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആട്ടോ. 19 മുതൽ 21 വരെ നിങ്ങൾക്ക് 5 മാർക്ക് വെച്ച് കിട്ടും. അതിൽ ഏതൊക്കെയാ ചോദ്യം ചോദിച്ചു? ഒരു നോട്ടീസ് എഴുതാൻ ചോദിച്ചു. ഏതാണ് ചാപ്റ്റർ എന്ന് പറയുന്നത്? AJ ക്രോണിന്റെ ചാപ്റ്ററിലെ അതിൽ നിന്നാണ് എന്ത് ചെയ്തത്? നോട്ടീസ് എഴുതാൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു നോട്ടീസിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇനി AJ ക്രോണിൽ നിന്നല്ല, എന്തെന്നാണെങ്കിലും ഒരു നോട്ടീസ് ക്വസ്റ്റ്യൻ എന്തായാലും 10ാം ക്ലാസ്സിൽ ഉണ്ടാവും ഉറപ്പാണ്. അപ്പൊ ഷുവർ ആയിട്ടുള്ള ഒരു ഡിസ്കോഴ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. നോട്ടീസ് എന്ന് പറയുന്നത് ഒരു ഷുവർ ഡിസ്കോഴ്സ് ആണ്. ക്ലിയർ അല്ലേ? സെക്കൻഡ് നോക്കൂ നിങ്ങൾ. ഒരു പ്രിപ്പയർ എ പോസിബിൾ കോൺവെർസേഷൻ ബിറ്റ്വീൻ അഡിച്ചി ആൻഡ് റൂംമേറ്റ്. അപ്പൊ ഒരു കോൺവെർസേഷൻ മേക്കിംഗ് ഉണ്ടാവും, ഒരു ലൈക്ക്ലി കോൺവെർസേഷൻ ഉണ്ടാക്കാനുണ്ടാവും. ഈ ചാപ്റ്റർ ബേസ് ചെയ്തവർക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റുള്ളൂ എന്ന്. ക്രിസ്മസ് എക്സാമിന് ബേസ് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് 1-2 യൂണിറ്റ് ഇല്ലേ, അതിനേക്കാൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഏതാണ് പറ? 3-4 യൂണിറ്റ് ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വെയിറ്റേജ് വരാനുള്ളത് 3-4 എന്നാണ്. അപ്പൊ ഈ ലൈക്ക്ലി കോൺവെർസേഷൻ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണേ ട്ടോ. ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ഏതാണെന്ന് അറിയോ? മാർത്ത സാൽനാസിന്റെ ചാപ്റ്ററിലായിരുന്നോ? ഏതാണ് പറ? ലൈക്ക്ലി ഡയറി എൻട്രി എഴുതാന്. ഈ മാർത്തന്റെ ചാപ്റ്ററിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. ഒന്ന് ഏതാന്ന് വെച്ചാൽ, ഒന്ന് സ്പീച്ച് എഴുതാൻ. അവൾക്ക് മറ്റേ സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടിയില്ലേ, അപ്പൊ അവൾ പ്രസംഗിക്കാൻ സാധ്യതയുള്ള പ്രസംഗം. രണ്ടാമത്തെ നമ്മൾ ഏതാണ്? അവൾക്ക് അന്നുണ്ടായ സംഗതിയെ കുറിച്ചുള്ള ഒരു ഡയറി എഴുതാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പിന്നെ ഇതിൽ നിന്നുണ്ടാവൽ എന്താണെന്നറിയോ? ഒരു ലെറ്റർ എഴുതാൻ വേണ്ടി പറഞ്ഞുകൊണ്ടുണ്ടാവും. അതും അല്ലെങ്കിൽ പിന്നെ നമ്മളെ റിപ്പോർട്ടഡ് സ്പീച്ച് ഉണ്ടാവില്ലേ, റിപ്പോർട്ടഡ് സ്പീച്ച് എന്നൊക്കെ എന്ത് ചെയ്യുന്നറിയോ? ഈ ഏരിയയിൽ നിന്ന് ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. മാർത്ത സാൽനാസിന്റെ ചാപ്റ്ററില്ലേ അല്ലേ? അതിൽ നിന്നാട്ടോ. ക്ലിയർ. നെക്സ്റ്റ് നോക്കിക്കോളൂ. ആൻസർ ദ 3 of each question. 6 മാർക്കിന്റെ 3 എഴുതാനാട്ടോ നിങ്ങൾക്ക് 6 മാർക്കിന്റെ. ഒന്ന് ക്യാരറ്റ് സ്കെച്ച് ഓഫ് മാർത്ത. ഇത് ഞാൻ വീണ്ടും പറയുന്നു, ഈ ക്രിസ്മസ് എക്സാമിന് 100% ഷുവർ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആരുതാന്നറിയോ? മാർത്തൻ്റെതോ അല്ലെങ്കിൽ അവളുടെ ഗ്രാൻഡ് ഫാദറിൻ്റെോ ആണ്. അപ്പൊ നമ്മൾ മാർത്തക്ക് നമ്മൾ 60% കൊടുക്കുകയാണെങ്കിൽ 30% ആർക്ക് കൊടുക്കാൻ കഴിയും? നമുക്ക് മാർത്തന്റെ ഗ്രാൻഡ് ഫാദറിന് കൊടുക്കാൻ കഴിയും. അപ്പൊ 60% മാർക്കിൻ്റെയാണ് പോസിബിലിറ്റി ഉള്ളത്, മാർത്തന്റെ ക്യാരറ്റ് സ്കെച്ചിന്റെ പോസിബിലിറ്റി ഉള്ളത്. ഞാൻ 100% തന്നെ പറയട്ടോ, 100% ഞാൻ മാർത്തന്റെ ക്യാരറ്റ് സ്കെച്ചാണ് ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് ഞങ്ങളോട് പറയുന്നത്. നെക്സ്റ്റ് നോക്കിക്കോളൂ. മിസ്റ്റർ ജോണായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്പീച്ച് എഴുതാന്, ഒരു തമ്മിലുള്ള ഒരു സ്പീച്ച് അല്ലേ. നോക്ക്, മിസ്റ്റർ ജോൺ made a touching and motivating speech about the events that transformed his life in the meeting conducted to the congratulate him അല്ലേ. അതായത് മിസ്റ്റർ ജോണ്
മിസ്റ്റർ ജോൺ മേഡ് എ ടച്ചിങ് ആൻഡ് മോട്ടിവേറ്റിംഗ് സ്പീച്ച്. മിസ്റ്റർ ജോൺ എന്ത് ചെയ്യാണ്, ഒരു മോട്ടിവേറ്റിംഗ് പ്രസംഗം നടത്തുകയാണ് അബൌട്ട് ദ ഇവന്റ്സ് ദാറ്റ് ട്രാൻസ്ഫോംഡ് ഇൻ ഹിസ് ലൈഫ്. അല്ലേ, തൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ആര് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ? ഏതാ ചാപ്റ്ററിന്റെ പേര് പറ? ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ് അല്ലേ, AJ ക്രോണിന്റെ ചാപ്റ്ററാണ്. അദ്ദേഹം ചെയ്തിട്ടുണ്ട് വലിയൊരു മാറ്റം മിസ്റ്റർ ജോണിന്റെ ലൈഫിൽ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു സ്പീച്ച്, ഈ ഏരിയയിൽ നിന്ന് ഒരു സ്പീച്ച് ചോദിക്കുന്നുണ്ട്, ശ്രദ്ധിക്കണേ, മറക്കരുത്. അപ്പൊ സ്പീച്ച് എന്തായാലും ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് മനസ്സിലാക്കേണ്ടത് ഒരു സ്പീച്ച് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, നോട്ടീസ് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ക്ലിയർ അല്ലേ? ഡയറി ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ഡയറി. ഒരു ലൈക്ക്ലി കോൺവെർസേഷൻ എന്ന് പറയുന്നത്, ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ലൈക്ക്ലി കോൺവെർസേഷൻ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കണേ, മറക്കരുത്. അപ്രീസിയേഷൻ ഇല്ലാത്ത ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യില്ല, കടന്നു പോവലില്ല. അപ്രീസിയേഷൻ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ നോക്കൂ, 1 2 3 4 5. ഇപ്പൊ ഈ 5 കാര്യം ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ച് കേട്ടോളൂ. ഈ സ്പീച്ചിന് 6 മാർക്കാട്ടോ, 6 മാർക്ക്. നോട്ടീസ് നമ്മൾ നേരത്തെ കണ്ടു 5 മാർക്ക് അല്ലേ? ഡയറിക്ക് മാർക്ക് കണ്ടു 5 മാർക്ക്. ലൈക്ക്ലി കോൺവെർസേഷൻ നമ്മൾ മാർക്ക് കണ്ടു 5 മാർക്ക് അല്ലേ? അപ്രീസിയേഷൻ നമ്മൾ മാർക്ക് കണ്ടു 5 മാർക്ക്. ഇവിടെ നോക്കൂ, 5 10 15 20 26 മാർക്ക് ഇപ്പോഴേ കിട്ടി. കുട്ടി ജയിച്ചു. ഇത് കിട്ടിയാൽ തന്നെ കുട്ടി ജയിച്ചോ? സാർ ഇതൊക്കെ എങ്ങനെ എഴുതുക അല്ലേ? അത് എഴുതാൻ എന്ത് വന്നാലും ഉത്തരം എഴുതി കൊടുക്കാനുള്ള ഫോർമാറ്റ് നമ്മൾ റാൻസിൻ്റെ അടുത്തുണ്ടാ. ഞാൻ നിങ്ങൾക്ക് തരുവാടാ. 26 മാർക്കായി. ഞാൻ 54 മാർക്കല്ലേ പറഞ്ഞിരുന്നത്. 26 മാർക്ക് ഇവിടെ ആയി കഴിഞ്ഞു എന്ന്. പിന്നെ എക്സ്റ്റേണൽ പാരഗ്രാഫ് ഇല്ലായിരുന്നോ? ഓക്കെ ഫൈൻ, ഇതും കൂടെ പറഞ്ഞു കഴിയാ. പിന്നെ ലൈക്ക്ലി ലെറ്റർ എഴുതാനുണ്ടാവും അല്ലേ? ഒരു ഗ്രാൻഡ് ഫാദർ നോസ് ഇറ്റ് ഇസ് അൺഫെയർ പേ മണി. നേരത്തെ തൊട്ടും ഞാൻ പറഞ്ഞിരുന്നു ഒരു ലെറ്റർ എഴുതാനുണ്ടാവും ഞാൻ പറഞ്ഞിരുന്നു. ആ ലെറ്റർ കണ്ടോ? ഇതിൽ ചോദിച്ചിട്ടുണ്ട്, ലെറ്റർ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ 6ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ഒരു ലെറ്ററിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. 6 മാർക്കിന്റെ ലെറ്ററിന്റെ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പൊ 26ഉം 6ഉം 26 + 6 എത്ര പേര് പറ? 32 മാർക്ക് നിലവിലായി കേട്ടോ, 32 മാർക്ക്. പിന്നെ ശ്രദ്ധിച്ച് കേട്ടോളൂ, ഒരു പാരഗ്രാഫ് എഴുതാനാണ് പറ? സത്യജിത് റായിന്റെ തന്നെ കേട്ടോ, അബൌട്ട് എക്സ്പീരിയൻസ് ഹോളിവുഡ് ഇൻ മേക്കിംഗ് അല്ലേ? നമ്മൾ ഏതാ ചാപ്റ്റർ? ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഓൺ എക്സാമിനായിട്ട് ബേസ് ചെയ്തുകൊണ്ട് കുറച്ച് ചോദ്യം ഉണ്ടാവും എന്ന് പറഞ്ഞില്ലായിരുന്നോ? അപ്പൊ ഇത് ഏതാ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ പറ? ദ പ്രോജക്ട് ടൈഗർ എന്ന് പറയുന്ന ചാപ്റ്റർ ഇല്ലേ? അതായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പാരഗ്രാഫ് എഴുതാനുണ്ടായിരുന്നു. അതിന് ലീസ്റ്റ് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് എത്ര എഴുതിയാൽ മതി? 3 എഴുതിയാൽ മതി. 1 2 3 4 5. ഈ 5 നമ്മൾ എത്ര എഴുതിയാൽ മതി? 3 എഴുതിയാൽ മതി. ഇതിൽ ആദ്യം നിങ്ങൾ എഴുതാൻ വേണ്ടി പോകുന്നത് ഏതാണ് പറ? പ്രൊഫൈലാണ്. ആ പ്രൊഫൈലിന് 6 മാർക്ക് അപ്പം തന്നെ കിട്ടും. ഈ പ്രൊഫൈൽ എഴുതാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടാവുമോ? ഇല്ല. 32ഉം 6 38 മാർക്കായില്ലടാ. എക്സ്റ്റേണൽ പാരഗ്രാഫിന് ഒരു 5 മാർക്ക് ഇല്ലേ? അല്ലേ? 38ഉം 5 എത്ര വരുന്നത് പറ? 38ഉം 5 എത്ര വരിക? 43 മാർക്കായി. ഞാൻ 54 മാർക്കല്ലേ പറഞ്ഞത്. അതെത്തും ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ, ശ്രദ്ധിച്ച് കേട്ടോളൂ. പ്രൊഫൈൽ എഴുതാൻ അറിയാത്ത ഒരു കുട്ടി ഉണ്ടാവില്ലല്ലോ, എങ്കിലും അതിനൊരു കോമൺ ഫോർമാറ്റ് ഞങ്ങൾ പഠിപ്പിച്ചു തരും കേട്ടോ. പിന്നെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു സാധനം ഞാൻ നേരത്തെ പറഞ്ഞ എത്രടാ? 38ഉം 6ഉം എത്രയെന്ന് പറഞ്ഞ്? 38ഉം 6ഉം 43. ഈ 43ഉം ഇതിന്റെ ഒരു 5 മാർക്ക്. അപ്പൊ 48 മാർക്കായി. 48 മാർക്ക്. ഇതിന്റെ ചോദ്യത്തിന് ഉത്തരം ഇന്നേ വരെ ഒരു കുട്ടി തെറ്റിച്ചതായിട്ട് എന്റെ വിവരത്തിൽ, എന്റെ അറിവിലില്ല. ഒരു പുറമേ നിന്ന് ഒരു ബോക്സ് തരും, അടിയിൽ ചോദ്യം ഉണ്ടാവും, ആ ചോദ്യത്തിന് ഉത്തരം എഴുതണം എന്നുള്ളതാണ്. അപ്പൊ നോക്കിക്കോളൂ, 48 മാർക്ക് ഇപ്പോഴേ കിടന്നു കേട്ടോ. ഇനി ശ്രദ്ധിച്ച് കേട്ടോളൂ, ഈ ഗ്രാമറിന്റെ പോർഷൻ ആണുള്ളത്. ഈ ഗ്രാമറിന്റെ പോർഷന് SSLC എക്സാമിന് എന്തൊക്കെ ചോദിക്കലുണ്ട് നോക്കൂ നിങ്ങൾ. 1 റിപ്പോർട്ടഡ് സ്പീച്ച്, 2 മാർക്കിന്റെ റിപ്പോർട്ട് സ്പീച്ച് ഉണ്ടാവും. 2 മാർക്കിന്റെ റിപ്പോർട്ട് സ്പീച്ച്. സാർ റിപ്പോർട്ട് സ്പീച്ച് ഒക്കെ വളരെ ടഫാണല്ലോ. ഒരു ടഫും ഇല്ലടാ, സിമ്പിൾ ആണ്. എന്താ ചോദ്യം? ക്രോണിനും ജോണും തമ്മിലുള്ള റിപ്പോർട്ട് സ്പീച്ച് ഒക്കെ ടഫാന്ന് വിചാരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ എൻ്റെ ക്ലാസ് ഒന്ന് മര്യാദയ്ക്ക് കേൾക്കണേ. ഞാൻ ഇവിടെ ക്ലാസ് എടുക്കുന്നില്ല. കാര്യം നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് ഇപ്പോൾ നടത്തുന്നത്. ഇതായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എന്ത് ഒരു ക്ലാസ് തന്നെ ഞാൻ എടുത്തിരുന്നു. ഇതിൻ്റെ ആൻസർ ഒക്കെ പറഞ്ഞുകൊണ്ട് നമുക്കൊരു കാര്യം എക്സാം ഓറിയന്റഡ് ഞാൻ ചെയ്യുന്നുണ്ടോ, ശ്രദ്ധിച്ച് കേട്ടോളൂ. റിപ്പോർട്ടർ സ്പീച്ച് എൻ്റെ അടുത്തുള്ള ട്രിക്കി ന്യൂറാലിംഗ് മെത്തേഡിലൂടെ വളരെ ട്രിക്കി ആയിട്ട് ഒന്നും ഇംഗ്ലീഷിൻ്റെ ബേസ് അറിയാത്ത ആൾക്ക് ഞാൻ ബേസ് പാർട്ടുകൾ ഇട്ട് തന്ന് പഠിപ്പിച്ചതിന് ശേഷം ഞാൻ ഗ്രാമർ ക്ലാസ് വളരെ സിമ്പിളായിട്ട് ഞാൻ എടുത്തു തരും കേട്ടോ, ശ്രദ്ധിച്ച് കേട്ടോളൂ. ക്രോണിനും ജോണും തമ്മിലുള്ള സംഭാഷണമാണല്ലേ, AJ ക്രോണിനും മിസ്റ്റർ ജോണും തമ്മിലുള്ള സംഭാഷണം. ക്രോണിൻ ആസ്ക്ഡ്, ആരോടാ ചോദിച്ചത് പറ? ജോണിനോട് ചോദിച്ചു. വാട്ട് ഹാഡ് ഡിറക്റ്റഡ് അല്ലേ ഇൻ യുവർ ലൈഫ് ഇൻടു യൂത്ത് വെൽഫെയർ എന്ന് പറയും. വാട്ട് ഡിറക്റ്റഡ് എന്ന് പറയുന്നത് എന്താവും പറ? വാട്ട് ഹാഡ് ഡിറക്റ്റഡ് യുവർ ലൈഫ് ഇൻടു യൂത്ത് വെൽഫെയർ. അപ്പൊ ജോൺ റിപ്ലൈഡ് ദാറ്റ് it had been his help that directed him
ടു ദിസ് ഫീൽഡ് എന്ന് പറയുന്ന ഉത്തരത്തിലേക്ക് എന്ത് ചെയ്യും ആ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ശ്രദ്ധിക്കുക. അപ്പൊ റിപ്പോർട്ട് സ്പീച്ച് 2 മാർക്ക്. ഇനി പറയാൻ വേണ്ടി പോകുന്നതൊക്കെ ഗ്രാമർ സെഷൻ ആട്ടോ. എറേഴ്സ് ഉണ്ടാവും, ഇതിൽ കുറച്ച് എറേഴ്സ് ഉണ്ട്. ഇറ്റ് സീംഡ് ക്രൂവൽ കോയിൻസിഡൻസ് ദാറ്റ് ഐ ഹാഡ് overheard that conversation that next day when the principal, അപ്പൊ പ്രിൻസിപ്പളിന്റെ സ്പെല്ലിംഗ് എന്താണ് പറയാ, പ്രിൻസിപ്പാൾ ആണ് അല്ലേ, PAL ആണ്, പ്ലി അല്ല കേട്ടോ. ശ്രദ്ധിക്കുക. called me into his office. I knew what it would അല്ല what it would be അല്ലേ, what it would be കേട്ടോ. it would be എന്നാ വരിക, what it would be. clear what it would be about. He looked uncomfortable and unhappy. I wasn't going to make it any easier for him, so I looked him straight into his eyes. ഓഫ് അല്ല, ഇൻടു ആണ് വരിക, ഇൻടു വരും. ഹി ലുക്ക്ഡ് അവേ. സി അങ്ങനെ പറഞ്ഞാണ്ട് ഒരു 4 മാർക്കിന്റെ ഒരു എഡിറ്റിംഗ് എറേഴ്സ് കണ്ടെത്താനുള്ള ചോദ്യം എന്തായാലും ഉണ്ടാവട്ടെ, എറേഴ്സ് കണ്ടെത്താൻ. പിന്നെ ഫ്രേസൽ വെർബ്. ഈ ഫ്രേസൽ വെർബിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളെ ചാനൽ നോക്കിയത് കാണാൻ പറ്റും. വളരെ രസകരമായിട്ട് പുട്ടോണ്. എങ്ങനെ സാറേ ഈ പുട്ടോണിന്റെ അർത്ഥം എങ്ങനെ പഠിക്കല്? പുട്ടുകാരനൊക്കെ വെച്ചാൽ എന്താണ് പറ, ഇടുക അല്ലെ. ഓൺ എന്ന് പറഞ്ഞാൽ മുകളിൽ ഇടുക. അപ്പുറത്ത് എന്താണ് പറയാ, ധരിക്കുക. വെയർ എന്ന് പറയുന്ന അർത്ഥം ധരിക്കുക. പുട്ടക്രോസ്. എൻ്റെ അമ്മ എപ്പോഴും പുട്ട് വേണോ എന്ന് ചോദിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാ റൂമിൽ ഇങ്ങനെ ക്രോസ് ചെയ്ത് ഞങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യലുണ്ട്. എന്തെങ്കിലും പറ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യലുണ്ട്. അപ്പൊ പുട്ടക്രോസ്, കമ്മ്യൂണിക്കേറ്റ്. ശ്രദ്ധിച്ച് കേട്ടോളൂ കേട്ടോ. ഈ കമ്മ്യൂണിക്കേറ്റ് എന്ന് കിട്ടിട്ടോ. അടുത്ത് മേക്ക് ഔട്ട്. മേക്കർ അർത്ഥം എന്താ, ഉണ്ടാക്കുക. ഔട്ട് പറഞ്ഞാൽ പുറത്തേക്ക് വരിക. ഒരു സാധനം ഉണ്ടാക്കിക്കാണ്ട് പുറത്തേക്ക് വരുന്ന സമയത്തല്ലേ നമുക്ക് എന്താന്ന് മനസ്സിലാവല്. അപ്പൊ മേക്ക് ഔട്ട് എന്ന് പറഞ്ഞ അർത്ഥം എന്താ പറ, അണ്ടർസ്റ്റാൻഡ്. എന്താ അർത്ഥം പറ, അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്ന അർത്ഥം കേട്ടോ. ശ്രദ്ധിച്ച് കേട്ടോ, നമ്മൾ വൃത്തിക്ക് എഴുതി ഞങ്ങൾ പഠിപ്പിച്ചു തരാം കേട്ടോ. സെറ്റപ്പ് പറഞ്ഞ അർത്ഥം എന്താ പറ, തയ്യാറാക്കുക അല്ലെ, തയ്യാറാക്കി അല്ലെ, നമ്മൾ ഫുള്ള് സെറ്റപ്പ് ആക്കി എന്നൊക്കെ പറയില്ലടാ. അടുത്ത് എന്താണ് പറ, സെറ്റ് ഓഫ് എന്ന് പറയുന്ന സാധനം ഉണ്ട്. ഇത് നിങ്ങൾക്ക് അറിയില്ല എന്ന് തന്നെയാണ് കൂട്ട്. സെറ്റ് ഓഫിന്റെ അർത്ഥം അറിയില്ല, ഒരു പ്രശ്നമില്ല. നോക്കൂ നിങ്ങൾ, ദ ഡോക്ടർ ജസ്റ്റ് എ മെഡിക്കൽ പ്രാക്ടീസ്. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ച കുട്ടിക്ക് ഉണ്ടായിരുന്നു അല്ലേ, സെറ്റപ്പ് ഉണ്ടായിരുന്നു ഒരു മെഡിക്കൽ പ്രാക്ടീസിന്റെ. ഇൻ ദ വർക്കിംഗ് ക്ലാസ് ഡിസ്ട്രിക്ട് ഓഫ് ലണ്ടൻ ഓൺ എ ഫോഗി നൈറ്റ് ഹി വാസ് അവേക്കൻഡ് എണീറ്റു ബൈ ദ ലൗഡ് ബാങ്കിങ് ഓൺ ദ ഡോറിൽ ഭയങ്കര ഒച്ച കേട്ടപ്പോൾ ഹി ഇമ്മീഡിയറ്റ്ലി, അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ക്ലോത്ത് അല്ലേ, അപ്പൊ പുട്ടോൺ വെയർ ധരിച്ചു. അപ്പൊ അവിടെ പുട്ടോണ വന്ന് ധരിച്ചു എന്നല്ലേ, ക്ലിയർ അല്ലേ. ആൻഡ് വെന്റ് ടു ഓപ്പൺ ദ ഡോർ ഇൻ ദ ഡാർക്ക്നെസ് ഹി കുഡ് നോട്ട്, അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പൊ ഇവിടെ പുട്ടോണും കഴിഞ്ഞു, പിന്നെ സെറ്റപ്പും കഴിഞ്ഞു, പിന്നെ എന്താണ് പറ, അണ്ടർസ്റ്റാൻഡ് അല്ലേ. അപ്പൊ ഹി കുഡ് നോട്ട് മേക്ക് ഔട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഹൂ ദാറ്റ് പേഴ്സൺ വാസ്, ആരായിരുന്നു അയാൾ എന്നുള്ളത്. ഹി സൂൺ റിയലൈസ്ഡ് ദാറ്റ് ഇറ്റ് വാസ് സർജന്റ് ഓഫ് പോലീസ് ആണ്. ദ സർജന്റ് കെയിം, വന്നു. എന്തിനു പറ, പുട്ടക്രോസ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലേ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദ ഇൻഫർമേഷൻ കൺസേണിങ് സൂയിസൈഡ് കേസ് എന്ന് പറഞ്ഞുകൊണ്ട്. ഇങ്ങനെ നമുക്ക് ചെയ്യാൻ എന്ത് ചെയ്യണം എന്നറിയോ, ആദ്യം ഫ്രേസൽ വെർബ് കണ്ടാൽ അതിൻ്റെ മീനിങ് അടിയിൽ എഴുതി വെക്കലാണ്. അതിന് മീനിങ് എങ്ങനെ കാണാണ്ട് പഠിക്കുക, എൻ്റെ കൂടെ വായോ, ഞാനത് പഠിപ്പിച്ചു തരാം. ശ്രദ്ധിച്ച് കേട്ടോളൂ. നെക്സ്റ്റ് ഈ ബട്ട്, ദാറ്റ്, ആൻഡ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളില്ലേ, മിസ്സിംഗ് വേർഡ്സ് ഫില്ല് ചെയ്യാനാട്ടോ. ഫോളോയിങ് പാസേജിൽ മിസ്സിംഗ് വേർഡ്സ് ഫില്ല് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഒരു ചോദ്യം ഉണ്ടാവും. അപ്പൊ ഇത്രയും ഗ്രാമർ പോർഷൻ നമ്മളിങ്ങനെ പഠിക്കുകയാണെങ്കിൽ ഒന്ന് റിപ്പോർട്ടഡ് സ്പീച്ച് വരുന്നുണ്ട് 2 മാർക്കിന്, പിന്നെ ഏതാണ് പറ 4 മാർക്കിന് നമ്മളെ എഡിറ്റിംഗ് വരുന്നുണ്ടല്ലേ 4 മാർക്ക്. അപ്പൊ 4 2 എത്രയായി പറ, 6 മാർക്കായില്ലേ, ടോട്ടൽ 6 മാർക്കായി. ഈ 6 മാർക്ക് കൂടാണ്ട് ഇവിടെ 4 മാർക്ക്, അപ്പോൾ ഇവിടെ എത്രയായി പറ, 10 മാർക്കായി. പിന്നെ ഏതാണ് പറ, ഇതിൽ നിന്ന് 5 മാർക്കും വരുന്നുണ്ടല്ലേ. അപ്പൊ 10 5 15 മാർക്ക് നിലവിൽ എന്തായി, എൻ്റെ മക്കളെ ആയി കഴിഞ്ഞു. പിന്നെ ഇതിൽ നിന്ന് 5 മാർക്ക് ഉണ്ടാവും. അങ്ങനെ 20 മാർക്ക് നമുക്ക് ഇവിടെ കിട്ടിക്കഴിയും. ശ്രദ്ധിക്കുക, ഈ ഗ്രാമർ പോർഷൻ 1 മാർക്ക് പോലും കളയാണ്ട് നിങ്ങൾക്ക് നിൽക്കണമെങ്കിൽ, കളയാണ്ട് മിസ്സാക്കാണ്ട് നിങ്ങൾക്ക് കിട്ടണോ എങ്കിൽ റാൻസിന്റെ കൂടെ നിന്നോളൂ. ഇത് ഞാൻ തരുന്ന വാക്കാണ്, ചുമ്മാ ഒരു വാക്കല്ല. ഈ കോൺവെർസേഷൻ ഫില്ലിങ് നിങ്ങൾ SSLC എക്സാമോ അല്ലെങ്കിൽ നിങ്ങളെ മോഡൽ എക്സാം, ക്രിസ്മസ് എക്സാം വരുന്നതിന് മുന്നേ കോൺവെർസേഷൻ ഫില്ലിങ്ങിന്റെ ഒരു 10 സെറ്റ് ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. മനസ്സിലാവുണ്ടോ? റിപ്പോർട്ട് സ്പീച്ചിന്റെ ഒരു 10 സെറ്റ് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. എഡിറ്റിങ്ങിന്റെ ഒരു 10 സെറ്റ് ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അപ്പോൾ ഇതിങ്ങനെ 10 സെറ്റ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ നമുക്ക് 20 മാർക്ക് എവിടെയും പോവില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണേ, 20 മാർക്കാണ് നിങ്ങൾ ഗ്രാമർ പോർഷനിൽ ഉള്ളത്. ഗ്രാമർ പോർഷനിൽ എത്ര മാർക്കുള്ളത് പറ,
20 മാർക്കാണ് അല്ലേ. യു വാണ്ട് ടു ടോക്ക് ടു ദ ഡോക്ടർ അല്ലേ, കോമ വരെ ക്വസ്റ്റ്യൻ മാർക്ക്, വാണ്ടിന്റെ ഉള്ളിൽ ഡു ഉണ്ടാകും, അപ്പൊ ഡോണ്ട് യു ആണ് നമ്മൾ ഉത്തരം എന്ന് ക്വസ്റ്റ്യൻ ടാഗ് വരുന്നത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള കുറച്ച് എല്ലാത്തിനും എൻ്റെ അടുത്ത് കോഡ് ഇട്ടോ. ഈ കോഡ് ഇട്ട് ഞാൻ എന്ത് ചെയ്യും, എൻ്റെ മക്കളെ ഞാൻ പഠിപ്പിച്ച് തന്നിരിക്കും. ഇത് ഗ്യാരണ്ടിയാണ്, തമാശ പറയുന്നതല്ല, ഗ്യാരണ്ടിയാണ്. എൻ്റെ കൂടെ നിന്നോ, റാൻസിന്റെ കൂടെ നിന്നോ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയില്ലേ, 20 മാർക്ക് ഗ്രാമർ എന്ന് പറയുന്ന ഐഡിയ കിട്ടിയില്ലേ, മനസ്സിലാകുന്നുണ്ടോ? പിന്നെ നമുക്ക് അല്ലേ ശ്രദ്ധിച്ചു കേട്ടോ, 20 മാർക്ക് ഗ്രാമർ പോർഷന്. ഡിസ്കോഴ്സ് നമ്മൾ എങ്ങനെ പഠിച്ചാലും 50 മാർക്ക് അതിന് കിട്ടുന്നുണ്ടെങ്കിൽ അല്ലേ 48 കിട്ടും. ഞാൻ പറഞ്ഞേ 48 പ്ലസ് 20 എത്രയായി പറ, 48 പ്ലസ് 20 ആകുമ്പോൾ എന്തായി പറ, 68 മാർക്കായി. 68 മാർക്ക്, 72 മാർക്കാണ് നമുക്ക് A+ കിട്ടാൻ വേണ്ടിയത്. പിന്നെ 4 മാർക്കുള്ളൂ. ആ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് കാണുന്നേ നോക്ക്, നിങ്ങൾ അപ്രീസിയേഷൻ ആയിട്ടും കാര്യങ്ങളൊക്കെ എഴുതാണ്ടല്ലോ, നമ്മൾ ഫസ്റ്റുള്ള ചോദ്യത്തിന് ആൻസർ എഴുതാനുണ്ടാവും. അങ്ങനെ ഒരു 4 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിത് 72 എത്താന്ന് പറയുന്നത് വളരെ ഈസിയാണ്. നിങ്ങൾക്ക് എഡിറ്റിംഗ് ആണെങ്കിലും റിപ്പോർട്ട് സ്പീച്ച് ആണെങ്കിലും ഒന്നും മിസ്സാവില്ല. ഞാൻ തരുന്ന വാക്കാണ്. റാൻസ് എന്ന് പറയുന്ന നമ്മളെ ചാനലിലെ നിങ്ങൾ പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്തോളൂ. നോട്ട്സിനായിട്ട് താഴെ കാണുന്ന കമ്മ്യൂണിറ്റി ലിങ്കിൽ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. വീഡിയോക്ക് ലൈക്ക് അടിക്കാൻ മറക്കണ്ട കേട്ടോ, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കണ്ട, സ്റ്റാറ്റസ് വെച്ചോളൂ. താങ്ക് യു വെരി മച്ച്. നിങ്ങളുടെ സ്വന്തം ഷാഫിസാറാണ്, സൈനിങ് ഓഫ്. ബൈ.